കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. കുറച്ച് പവർ ആയിക്കോട്ടെ. ഓ, നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? 700 കുളി കുളിച്ചാലും എന്റെ നാറ്റം മാറാത്ത മേലെ നമ്മുടെ കയ്യിലുണ്ട്. സാറേ ഇത് നോക്കൂ സാറേ, എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കിയിരിക്കുകയാണ്. ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സാ. എന്താ ദേഹത്ത് കാക്ക തൂറിയതാ? ഇത്രയോ? ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. സാറേ ഇതാണ് കേട്ടോ, ഇതുവരെ കേട്ടോ ഇതുപോലും ഇല്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അകത്ത് നോക്കി കഴിഞ്ഞപ്പോ കറുത്ത കുട്ടി പോലും ഞാൻ വെളുപ്പിച്ചോണ്ട് വെച്ചിരിക്കുന്നു സാർ. പിന്നെന്താ എത്ര മനോഹരമായ ആചാരങ്ങൾ. എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. രാജാവിനെ ഞാൻ സാറ് ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി പോയി. നീ 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 ഒട്ടും മോശമൊന്നുമല്ല. ജനശ്രദ്ധ ആകർഷിക്കാനല്ല സാർ, ജനശ്രദ്ധ ആകർഷിക്കാനല്ല, എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്യുന്നത്. ഈ ബാധ എന്നോടൊരു പാഠം പഠിപ്പിക്കണേ. രണ്ടുപേരും വിളിച്ചിട്ട് വിഷം മേടിച്ചത് വായ ഒഴിച്ചതാവോ? അവൾക്ക് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. എന്നെ എങ്ങ തെക്കോട്ട് എടുക്കോ ഭഗവതി. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. നല്ല പേരാ. സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ ചിരിമണ നനയുമ്പോൾ